നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ LDF തോറ്റമ്പിയാൽ പിന്നെ റിപ്പോർട്ടർ കട്ടപ്പുക. അതിൻ്റെ സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരു വശത്ത് BJP കട്ടയ്ക്ക് നിൽക്കുന്നു, മറുവശത്ത് കോൺഗ്രസും. മൂർഖനെ ചവിട്ടിയതാണ് ആൻ്റണിക്ക് പറ്റിയ ഏറ്റവും വലിയ ഗതികേട്. സാധാരണ ആളുകളെ അടിക്കുന്നത് പോലെ നേരെ കിറ്റക് സാബുവിനിട്ട് 2 എണ്ണം കൊടുത്തു. കിറ്റക് സാബു ഇത പത്തിയും വിരിച്ച് നേരെ അഗസ്റ്റിന് പിന്നാലെ. ആരെയും കൂസാത്ത പ്രകൃതമാണ് കിറ്റക് സാബുവിന്. തലയെടുപ്പോടെ റിപ്പോർട്ടർ TVക്കെതിരെ കിറ്റക് സാബു തിരിഞ്ഞു. ആദ്യം മാനനഷ്ടത്തിനൊരു കേസ്, പിന്നീട് തന്നെക്കുറിച്ച് അപകീർത്തികരമായ വാർത്തകൾ സംപ്രേക്ഷണം ചെയ്യരുത് എന്നാവശ്യപ്പെട്ട് മറ്റൊരു ഹർജി. ഈ ഹർജിയിൽ അനുകൂല വിധി നേടിയതോടെ കിറ്റക്സിനെതിരെ ഒന്നും പറയാൻ കഴിയാത്ത നിവൃത്തികേടിലായി റിപ്പോർട്ടർ TV. സാധാരണ ആളുകളെ വിരട്ടി മൂലിക്കരുത്തുകയാണ് റിപ്പോർട്ടറിൻ്റെ ശൈലി. എന്നാൽ അടുത്ത കാലത്തായി റിപ്പോർട്ടറിന് നിരവധി പരീക്ഷണങ്ങൾ. സുജയ പാർവതി അടക്കമുള്ള മാധ്യമപ്രവർത്തകരെ ബിഗ് TV ചൂണ്ടിക്കൊണ്ടുപോയി. 24ഉം റിപ്പോർട്ടറും തമ്മിലുള്ള മത്സരം പലപ്പോഴും ഏറ്റവും നാണം കെട്ട തലത്തിലും. മാർക്ക് റേറ്റിംഗിനെ ചൊല്ലി ഇരു ചാനലുകളും പലപ്പോഴും വെല്ലുവിളിക്കുന്നത് മലയാളികൾ പരിഹാസത്തോടെ നോക്കിക്കാണുന്നു. റിപ്പോർട്ടർ ഇടയ്ക്ക് കലിമൂത്ത് ഏഷ്യാനെറ്റിന് നേർക്ക് തിരിഞ്ഞു. രാജീവ് ചന്ദ്രശേഖറിനെതിരെയുള്ള വാർത്തകളാണ് ഏഷ്യാനെറ്റിനെ ചൊടിപ്പിച്ചത്. പിന്നീട് ഏഷ്യാനെറ്റും റിപ്പോർട്ടർ TVയും നേർക്കുനേർ. ഇതിനിടയിലാണ് സാബു ജേക്കബ് റിപ്പോർട്ടർ TVയെ ഇവിടെ നിന്ന് വേരോടെ പിഴുതെറിയുമെന്ന് ശപഥം ചെയ്തത്. നേർക്കുനേറുള്ള പോരാട്ടമാണ് പിന്നീട് കേരളം കണ്ടത്. ഏറ്റവും ഒടുവിലിത റിപ്പോർട്ടർ TVയുടെ സുരക്ഷാ ക്ലിയറൻസ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം റദ്ദാക്കി. വലിയ പടുകുഴിയിലേക്കാണ് ഇപ്പോൾ റിപ്പോർട്ടർ TVയുടെ പോക്ക്. സംഗതി ചാനലിനുള്ള അംഗീകാരം പിൻവലിക്കാനുള്ള എല്ലാ സാധ്യതയും തെളിഞ്ഞു. 2020 അധ്യക്ഷൻ സാബു ജേക്കബ് നൽകിയ ഒരു ഹർജി ഹൈക്കോടതി പരിഗണിക്കുമ്പോൾ കേന്ദ്ര സർക്കാർ തങ്ങളുടെ ഭാഗം കോടതിയെ അറിയിച്ചു. ചാനലിന്റെ ഉടമസ്ഥാവകാശം കൈമാറിയതിൽ നിയമപരമായ ചട്ടങ്ങൾ ലംഘിച്ചുവെന്നാണ് കേന്ദ്ര സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്. ഇതോടെ റിപ്പോർട്ടർ TV മാനേജ്മെന്റ് വരും ദിവസങ്ങളിൽ കടുത്ത നടപടികൾ നേരിടേണ്ടി വരുമെന്ന അവസ്ഥയിലെത്തി. കേന്ദ്ര വാർത്താ വിനിമയ പ്രക്ഷേപണ മന്ത്രാലയത്തിൽ നിന്ന് ഉടൻ തന്നെ ചാനലിനോട് ഒരു വിശദീകരണം തേടിയുള്ള നോട്ടീസ് നൽകും. ഇതിനുശേഷം ചാനൽ നൽകുന്ന മറുപടി തൃപ്തികരമല്ല എങ്കിൽ ചാനലിൻ്റെ സംപ്രേക്ഷണം തന്നെ നിർത്തിവെക്കും. ചുരുക്കത്തിൽ ചാനൽ അടപടലം പൂട്ടിക്കുമെന്ന് ശപഥം ചെയ്തിരിക്കുകയാണ് സാബു ജേക്കബ്. ചാനൽ അനധികൃതമായാണ് പ്രവർത്തിക്കുന്നത്. ഒരു കാരണവശാലും അത് അനുവദിക്കില്ല. ചാനലിൻ്റെ ലൈസൻസ് കൈമാറിയത് സുതാര്യമായല്ല. യഥാർത്ഥ ഉടമകൾ ആരാണ് എന്നിപ്പോൾ വ്യക്തമല്ല. സാബു ജേക്കബ് കോടതിയെ സമീപിച്ചത് ഇത്തരം വസ്തുതകൾ ചൂണ്ടിക്കാട്ടി. ഒരു കമ്പനിയുടെ ഉടമസ്ഥാവകാശം നിയമപ്രകാരം മറ്റ് ഒരു കമ്പനിക്കോ മറ്റാളുകൾക്കോ കൈമാറുമ്പോൾ പാലിക്കേണ്ട അടിസ്ഥാനപരമായ ചില നടപടിക്രമങ്ങളുണ്ട്. ഒന്നും ഇവിടെ പാലിക്കപ്പെട്ടിട്ടില്ല. ഇപ്പോൾ റിപ്പോർട്ടർ TVയുടെ മാനേജ്മെൻറ്റ് എന്ന് അവകാശപ്പെടുന്ന വ്യക്തികൾക്കെതിരെ നിരവധി ക്രിമിനൽ കേസുകളുമുണ്ട്. അതുകൊണ്ട് തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് അങ്ങനെ സുരക്ഷാ ക്ലിയറൻസ് എളുപ്പത്തിൽ കൊടുക്കാൻ കഴിയില്ല. ഉടമസ്ഥാവകാശം മാറിയതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക രേഖകൾ സമർപ്പിക്കാത്ത സാഹചര്യത്തിൽ സുരക്ഷാ ക്ലിയറൻസ് പിൻവലിക്കാൻ കേന്ദ്രം തീരുമാനിച്ചിരിക്കുന്നു. ചാനലിന്റെ മുൻ ലൈസൻസി MV നികേഷ് കുമാർ 2 മാസത്തിനകം ഇതുമായി ബന്ധപ്പെട്ട രേഖകൾ ആഭ്യന്തര മന്ത്രാലയത്തിന് കൈമാറണമെന്നാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ നിർദ്ദേശം. രേഖകൾ പരിശോധിച്ചതിന് ശേഷം സർക്കാരിന് ഉചിതമായ തീരുമാനമെടുക്കാമെന്നും ഹൈക്കോടതി പറഞ്ഞു. കേസ് തീർപ്പാക്കിയെങ്കിലും ചാനലിന് അത്ര സുഖകരമല്ല ഇനി മുന്നോട്ടുള്ള പോക്ക്. സുരക്ഷാ ക്ലിയറൻസ് ഇല്ലാത്ത ഒരു സ്ഥാപനത്തിന് ഇന്ത്യയിൽ ഉപഗ്രഹ ചാനൽ പ്രവർത്തിപ്പിക്കാൻ കഴിയില്ല. കേന്ദ്രത്തിന്റെ ദയയെ ആശ്രയിച്ചിരിക്കുന്നു ഇനി റിപ്പോർട്ടറിന്റെ നിലനിൽപ്പ്. നേരത്തെ രാജീവ് ചന്ദ്രശേഖറിനെതിരെ കട്ടയ്ക്ക് വെല്ലുവിളിച്ച റിപ്പോർട്ടർ TV മാനേജ്മെന്റ് ഇപ്പോൾ ഭയപ്പെട്ടിരിക്കുന്നു. ചാനൽ ഉടൻ പൂട്ടുമെന്ന കിംവദന്തി പല സ്ഥലങ്ങളിലും പരക്കുന്നു. ഇതോടെ ജീവനക്കാർ തികഞ്ഞ പരിഭ്രാന്തിയിലാണ്. ചിലർ ബിഗ് TVയിലേക്കും മറ്റു ചിലർ 24ലേക്കുമൊക്കെ കടക്കാനുള്ള ചർച്ചകൾ തുടങ്ങിക്കഴിഞ്ഞു. കുന്നത്ത് നാട്ടിലെ രാഷ്ട്രീയ പോരാട്ടങ്ങൾ. ഇതിനിടയിൽ സാബു ജേക്കബിനെതിരെ നിശ്ചിത വിമർശനങ്ങളുമായി റിപ്പോർട്ടർ TV രംഗത്തെത്തിയിരുന്നു. 2020ക്കെതിരെ മാത്രമല്ല സാബു ജേക്കബിനെതിരെയും വ്യക്തിപരമായ വാർത്തകൾ നൽകി ഒരു കടന്നാക്രമണം റിപ്പോർട്ടർ TV നടത്തി. തന്നെ റിപ്പോർട്ടർ TVയുടെ കാൽക്കീഴിൽ കൊണ്ടുവരികയായിരുന്നു അവരുടെ ലക്ഷ്യമെന്ന് സാബു കരുതുന്നു. തന്നെ അതിന് കിട്ടില്ല. അതുകൊണ്ട് തന്നെ അവരുമായി ഒരു യുദ്ധത്തിൽ ഏർപ്പെടാൻ സാബു ജേക്കബ് തീരുമാനമെടുത്തു. കേരളത്തിലെ ബിസിനസ് ലോകത്തെ കരുത്തനാണ് സാബു. ഇടയ്ക്ക് സർക്കാർ വരെ സാബു ജേക്കബുമായി ഒന്ന് കൊമ്പ് കോർത്തു.
നേരെ തൻ്റെ പ്രസ്ഥാനവുമെടുത്ത് തെലങ്കാനയിലേക്ക് പോകുന്ന സാബു എം ജേക്കബിനെയാണെന്ന് കേരളം കണ്ടത്. പിന്നെയാണോ ഒരു ചാനൽ? കേന്ദ്രം നോട്ടീസ് അയച്ച് വിശദീകരണം തേടുന്നത് കൊണ്ട് തങ്ങളുടെ ഭാഗം കേന്ദ്രത്തെ അറിയിക്കാൻ കഴിയും എന്ന് ഒരു ആത്മവിശ്വാസത്തിലാണ് ചാനൽ മാനേജ്മെൻറ്റ്. എന്നാൽ കേന്ദ്ര സർക്കാരിന് ഇതിനകം തന്നെ വിലപ്പെട്ട പല രേഖകളും ചാനലുമായി ബന്ധപ്പെട്ട് ലഭിച്ചു കഴിഞ്ഞു. പുതിയ മാനേജ്മെൻറ്റിലേക്ക് ചാനൽ മാറിയപ്പോഴുണ്ടായ ചില സാമ്പത്തിക ഇടപാടുകളും ഉടമസ്ഥാവകാശവുമൊക്കെ കൃത്യതയോടെ അന്വേഷിക്കപ്പെടേണ്ടതുണ്ട് എന്ന ആവശ്യവും കേന്ദ്രത്തിന് മുന്നിൽ. തുടർച്ചയായ വിവാദങ്ങളും നിയമയുദ്ധങ്ങളുമൊക്കെ റിപ്പോർട്ടർ ടിവിയെ കൂടുതൽ പ്രതിസന്ധിയിലാഴ്ത്തുമെന്നാണ് ഈ രംഗത്തുള്ളവർ പറയുന്നത്. കേന്ദ്ര സർക്കാർ സ്വീകരിക്കുന്ന ഏതൊരു നടപടിയും കേരളത്തിലെ മാധ്യമ ലോകത്ത് വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും. റിപ്പോർട്ടർ ടിവിക്കെതിരെ നിരന്തരം വാർത്തകൾ നൽകുന്ന ചാനലുകളെയാണ് കേരളത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. മാതൃഭൂമിയും ഏഷ്യാനെറ്റുമൊക്കെ പലപ്പോഴും റിപ്പോർട്ടർ ടിവിയെ കടന്നാക്രമിക്കാറുണ്ട്. എം.വി. ദിഗേഷ് കുമാറും റാണി വർഗീസും ഡയറക്ടർമാരായ ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ കമ്പനിക്കാണ് യഥാർത്ഥ ലൈസൻസ് ഉള്ളത്. രാജ്യത്തെ സാറ്റലൈറ്റ് ടെലിവിഷൻ ചാനലുകളുടെ അപ്പ് ലിങ്കിങ്, ഡൗൺ ലിങ്കിങ് ചട്ടങ്ങൾ ലംഘിച്ചാണ് ചാനലിൻ്റെ ഇപ്പോഴത്തെ ഉടമസ്ഥതയും പ്രവർത്തനവുമെന്ന് സാബു ജേക്കബ് തൻ്റെ ഹർജിയിൽ പറഞ്ഞിരുന്നു. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ കർശന നടപടികൾ മറികടക്കാൻ അഗസ്റ്റിൻ സഹോദരന്മാർ വളഞ്ഞ വഴി സ്വീകരിച്ചുവെന്നാണ് സാബു ചൂണ്ടിക്കാട്ടിയത്. KJ ജോസിനെ അവർ മാനേജിംഗ് ഡയറക്ടറാക്കി. റിപ്പോർട്ടിംഗ് ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി രൂപീകരിച്ചത് 2022 ബ്രോഡ്കാസ്റ്റ് മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനമാണ് എന്ന് ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു. റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് കമ്പനി MD KJ ജോസ്, ഡയറക്ടർ MELB ജോസ്, മാനേജിംഗ് എഡിറ്റർ ആന്റോ അഗസ്റ്റിൻ, ചെയർമാൻ റോജി അഗസ്റ്റിൻ, വൈസ് ചെയർമാൻ ജോസുകുട്ടി അഗസ്റ്റിൻ എന്നിവർക്കും ഇൻഡോ ഏഷ്യൻ ന്യൂസ് ചാനൽ നികേഷ് കുമാർ, റാണി വർഗീസ് എന്നിവർക്കുമെതിരെയാണ് സാബു എം ജേക്കബിൻ്റെ ഹർജി. ഉടമസ്ഥാവകാശമുള്ള അഗസ്റ്റിൻ സഹോദരന്മാർ 2016 മൈക്രോഫോൺ സാമ്പത്തിക തട്ടിപ്പ് കേസിലും 2021 വിവാദമായ വയനാട് മുട്ടിൽ മരമുറി കേസിലും പ്രതികളാണ് എന്ന കാര്യം ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. സാബു എം ജേക്കബിനെതിരെ വാർത്തകൾ നൽകുന്നതിന് റിപ്പോർട്ടർ ടിവിക്ക് നേരത്തെ വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. കേസ് അവസാനിക്കുന്നതുവരെ സാബു എം ജേക്കബിനെതിരെ അപകീർത്തികരമായ വാർത്തകൾ നൽകരുത് എന്നാണ് കോടതി ഉത്തരവിട്ടത്. 2020 NDA മുന്നണിയിലെത്തിയത് ED അന്വേഷണത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്നായിരുന്നു റിപ്പോർട്ടർ ടിവിയുടെ വാർത്ത. വ്യാജ വാർത്ത സൃഷ്ടിച്ച് മനഃപൂർവ്വം ഉപദ്രവിക്കുകയാണ് റിപ്പോർട്ടർ ടിവി ചെയ്തത് എന്ന് സാബു ജേക്കബ് ഹർജിയിൽ ചൂണ്ടിക്കാട്ടി. ന്യൂസ് ചാനൽ കയ്യിലുണ്ട് എന്ന് കരുതി ആരെയും കരിവാരിത്തേക്കാമോ? ഇത്തരമൊരു ചോദ്യവും ഹർജിയിൽ ഉന്നയിച്ചിരുന്നു സാബു എം ജേക്കബ്. ലൈസൻസ് ഇല്ലാതെയാണ് റിപ്പോർട്ടർ ടിവി പ്രവർത്തിക്കുന്നത്. ബ്രോഡ്കാസ്റ്റിംഗ് സർട്ടിഫിക്കറ്റ് പുറത്തുവിടാൻ റിപ്പോർട്ടർ ടിവിയെ സാബു വെല്ലുവിളിക്കുകയും ചെയ്തു. സാബു എം ജേക്കബ് ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുന്ന അതേ കാലഘട്ടത്തിൽ മറ്റൊരു പരാതി കൂടി കോടതിയിലെത്തി. രാജു ചന്ദ്രശേഖർ ആയിരുന്നു പരാതിക്കാരൻ. തനിക്ക് ബന്ധമില്ലാത്ത BPL എന്ന സ്ഥാപനത്തിൻ്റെ ഭൂമി ഇടപാടുമായി തന്നെ ബന്ധപ്പെടുത്തി അപകീർത്തികരമായ വാർത്തകൾ റിപ്പോർട്ടർ ടിവി നൽകുന്നുവെന്നാണ് രാജു ചന്ദ്രശേഖർ പരാതിയിൽ ഉന്നയിച്ചത്. 100 കോടി മാനനഷ്ടം ആവശ്യപ്പെട്ട് രാജു ചന്ദ്രശേഖർ ഹൈക്കോടതിയെ സമീപിച്ചതോടെ റിപ്പോർട്ടർ ടിവിക്കെതിരെ നിയമക്കുരുക്കുകൾ കൂടുതൽ ശക്തമായി. മുംബൈ ആസ്ഥാനമായ RHP പാർട്ട്നേഴ്സ് എന്ന നിയമസ്ഥാപനം മുഖേനയാണ് 100 കോടി രൂപയുടെ ഒരു നോട്ടീസ് റിപ്പോർട്ടർ ടിവിക്ക് അയച്ചത്. അർജന്റീന ടീമിൻ്റെയും മെസ്സിയുടെയും ഒക്കെ കേരള സന്ദർശനവുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ മറച്ചുവെക്കാൻ വേണ്ടി റിപ്പോർട്ടർ ടിവി ഓരോരോ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ് എന്ന് പരാതിയിൽ ചൂണ്ടിക്കാട്ടിയിരുന്നു അന്ന് BPL. ഏഷ്യാനെറ്റും റിപ്പോർട്ടർ ടിവിയും തമ്മിൽ ഇതിനിടയിലുണ്ടായ ഒരു തർക്കം. ഏഷ്യാനെറ്റുമായി ബന്ധപ്പെട്ട ഒരു വാർത്താവിലക്ക് കേസ്. ബംഗളൂരു സിറ്റി സിവിൽ കോടതിയിൽ നൽകിയ വാർത്താവിലക്ക് ഹർജി പിൻവലിക്കാൻ റിപ്പോർട്ടർ ടിവി ഉടമകൾ നൽകിയ അപേക്ഷയിലെ വാദത്തിൽ വിചിത്രമായ ചില സംഭവങ്ങൾ. അപ്പോഴതാ റിപ്പോർട്ടർ ടിവിയുടെ അഭിഭാഷകൻ കോടതിയിൽ പറയുന്നു തങ്ങളുടെ കക്ഷികളുടെ ഭൂതകാല ചെയ്തികളെപ്പറ്റി തനിക്ക് അറിവില്ലായിരുന്നുവെന്ന്. മുട്ടിൽ മരമുറി, മൈക്രോഫോൺ തട്ടിപ്പ് കേസുകളിൽ റിപ്പോർട്ടർ ഉടമകൾ പ്രതിയാണ് എന്ന കാര്യം അറിയാതെയാണ് വാർത്താവിലക്ക് ഹർജി ഫയൽ ചെയ്തത് എന്ന് അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് വാർത്താവിലക്ക് ഉത്തരവ് നേടുകയായിരുന്നു റിപ്പോർട്ടർ ഉടമകൾ ചെയ്തത് എന്ന ഏഷ്യാനെറ്റ് ന്യൂസ് ഉൾപ്പെടെയുള്ള എതിർ കക്ഷികളുടെ വാദത്തിൽ മറുപടി പറയവെയാണ് അഭിഭാഷകൻ ഇത്തരമൊരു നിലപാടെടുത്തത്. പ്രസിദ്ധീകരിച്ച വാർത്തകളുടെ ആധികാരികത തെളിയിക്കാൻ ഏഷ്യാനെറ്റ് സമർപ്പിച്ച രേഖകൾ സ്വീകരിച്ച ബാംഗ്ലൂർ സിറ്റി സിവിൽ സെഷൻസ് കോടതി അവയുടെ വിശദമായ പരിശോധനയും നടത്തി. പിന്നീട് കോടതി തന്നെ വാർത്താവിലക്ക് പിൻവലിക്കുകയും ചെയ്തു. റിപ്പോർട്ടർ ടിവി നൽകിയ ഹർജിയിൽ ഏകദേശം 600ഓളം വാർത്താലേഖകളാണ് നേരത്തെ പിൻവലിച്ചത്. അവയൊക്കെ പിന്നീട് പുനഃസ്ഥാപിക്കുകയും ചെയ്തു. ഇപ്പോഴിതാ സാബു എം ജേക്കബ് എന്ന കരുത്തിനിറങ്ങിയതോടെ അടപടലം പൂട്ടിയ സ്ഥിതിയിലായി റിപ്പോർട്ടർ ടിവി. മറുവശത്ത് കൂടുതൽ ആക്രമണങ്ങൾ കനക്കുന്നു.
അത്ര എളുപ്പമല്ല. കേരളത്തിലെ ചാനലുകളെയും പ്രമുഖ വ്യക്തികളെയും ഒക്കെ ഒന്നൊന്നായി ആക്രമിച്ച് മുന്നേറിയിരുന്ന റിപ്പോർട്ടർ ടിവിയുടെ ഇപ്പോഴത്തെ അവസ്ഥ. കോൺഗ്രസ് നേതാക്കളും പലപ്പോഴും റിപ്പോർട്ടർ ടിവിയെ വലിച്ചു കീറിയിരുന്നു. അടുത്ത കാലത്ത് അടൂർ പ്രകാശ്, രാഹുൽ മാങ്കൂട്ടം തുടങ്ങിയ നേതാക്കൾ റിപ്പോർട്ടർ ടിവിക്കെതിരെ നടത്തുന്ന നിശ്ചിതമായ വിമർശനങ്ങൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ വൈറൽ ആകാറുണ്ട്. റിപ്പോർട്ടർ ടിവി ഇപ്പോൾ നേരിടുന്നത് കടുത്ത പ്രതിസന്ധി. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.